ഹലോ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലത്തെ വീഡിയോ ആണ്. എന്നാൽ കംപ്ലീറ്റ് ഡേയും കാണിക്കുന്നില്ല, അങ്ങനത്തെ ഒരു വീഡിയോ ആണ്. അപ്പോൾ രാവിലെ തന്നെ എണീച്ചു, ബ്രഷ് ചെയ്തു. ഇത് ചുക്ക് കാപ്പിയാണ്. രാവിലെ എണീച്ചപ്പോൾ തന്നെ തൊണ്ടക്ക് എന്തോ ഒരു തകരാറുള്ള പോലെ. അപ്പോൾ ഞാൻ ചുക്ക് കാപ്പി കുടിച്ചു. പിന്നെ റൂമിലുണ്ടായിരുന്ന ഫ്രൂട്ട്സൊക്കെ ഞാൻ തിരിച്ച് കിച്ചണിലേക്ക് തന്നെ കൊണ്ടുപോയി വെച്ചു. ഇതിൻ്റെ അമ്മക്ക് ഉപ്പൊക്കെ നിർബന്ധമാണ്, കിടന്ന് ഉറങ്ങുമ്പോൾ ഫ്രൂട്ട്സ് എടുത്ത് റൂമിൽ കൊണ്ടുപോയി വെക്കൽ. അപ്പോൾ ഞാൻ അതിൽ ഗ്രേപ്സൊക്കെ കഴിച്ച് തീർത്തിട്ടുണ്ട്. ബാക്കി അവിടെ കൊണ്ടുവച്ചിട്ട് ചുക്ക് കാപ്പി കുടിച്ചിട്ട് ഇങ്ങനെ ഇരുന്നു കൊലായിൽ കുറച്ച് നേരം. എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് ചപ്പാത്തി ആയതുകൊണ്ട് തന്നെ ഞാൻ ചപ്പാത്തി കഴിച്ച് മടുത്തുകൊണ്ടും ഞാൻ ചപ്പാത്തി കഴിച്ചില്ല, ഞാൻ ബ്രെഡാണ് കഴിച്ചത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ചോക്ലേറ്റും കൂടി കഴിച്ചു. പിന്നെ ഇതാ എൻ്റെ അനിയത്തി ഇതിൽ മണ്ണ് കളിച്ചിട്ട് റൂമിൻ്റെ ബെഡിലാണ് കൊണ്ടുവച്ചത്. ബെഡുമെന്നാണ് അവൾ മണ്ണ് കളിക്കുന്നത്. എന്ത് പറയാനാ, അനിയത്തിയായിപ്പോയില്ലേ. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഉച്ചയ്ക്ക് ശേഷം ഒന്ന് പുറത്ത് പോകാണ്ടായിരുന്നു എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കൂടെ. അപ്പം ഞാൻ അതിന് വേണ്ടി റെഡിയായി. എന്നെ ടൗണിലേക്ക് ആക്കി തന്നു വീട്ടിൽ നിന്ന്. അങ്ങനെ ഞങ്ങൾ നേരെ SM സ്ട്രീറ്റിലാണ് പോയത്. അവൾക്ക് ബാഗൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പം ഫസ്റ്റ് കണ്ട ഷോപ്പിൽ തന്നെ കയറി. അവിടെ ഈ ബ്ലാക്ക് ബാഗ് മാത്രമാണ് എനിക്ക് ഉള്ളതിൽ വെച്ചിട്ട് കുറച്ച് ഇഷ്ടപ്പെട്ടത്. പക്ഷെ അവളാണെങ്കിൽ അത് എടുത്തിട്ടില്ല. അവൾ വേറെ ഷോപ്പിൽ നിന്ന് വേറെ ബാഗാണ് എടുത്തത്. ഈ ഷോപ്പിൽ ഒരുപാട് ബാഗ് ഉണ്ട് കേട്ടോ. എല്ലാം 200 ആണ് അവിടെ കണ്ടതൊക്കെ. ഇതിനൊക്കെ കുറച്ചുകൂടി റേറ്റ് കൂടുതലുണ്ട്. പിന്നെ വേറെ ഷോപ്പിൽ കയറി ഞാൻ ബേബീസിനൊക്കെ പറ്റുന്ന ഒരു കൂളിംഗ് ഗ്ലാസ് വാങ്ങി എനിക്ക് വേണ്ടിയിട്ട്. ഞാൻ ഫസ്റ്റ് കാണിച്ച ആ ഗ്ലാസ്സാണ് ഞാൻ വാങ്ങിയത്. പിന്നെ ഇതൊക്കെ ചൈന മാർക്കറ്റത്താണ് കേട്ടോ, SM-ലുള്ള ചൈന മാർക്കറ്റ്. അവിടുത്തെ ഈ കാണുന്നതിനൊക്കെ 10-20 രൂപ മാത്രമേ ഉള്ളൂ. ഏതെടുത്താലും 30 രൂപയും താഴത്തേ ഉള്ളൂ. പക്ഷേ കോസ്മെറ്റിക്സ് അങ്ങനെ അല്ലാന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ റേറ്റ് നോക്കിയിട്ടില്ല, സാധാ റേറ്റ് ഞാൻ തോന്നുന്നു, എന്നാലും കുറവാണ്. ഈ ക്ലിപ്പുകൾ, മിററൊക്കെ 30 റുപ്പീസ് തന്നെ ഉള്ളൂ കേട്ടോ. ഈ മിററൊക്കെ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരുപാട് വെറൈറ്റി സാധനങ്ങൾ ഞാൻ അവിടെ കണ്ടു. എല്ലാം 30 രൂപയും താഴത്തുള്ളൂ. ഇതിന് 40 രൂപയാണ്. പിന്നെ കുഞ്ഞു കുഞ്ഞു ക്ലിപ്സൊക്കെ 4 എണ്ണത്തിന് 10 രൂപ ഒക്കെ ഉള്ളൂ കേട്ടോ. ഇതിനൊക്കെ അങ്ങനെ കുഞ്ഞു കുഞ്ഞു റേറ്റുകളാണ്. പിന്നെ മക്കളെ നെയിൽസ് ഇങ്ങനെ ഒട്ടിച്ച് വെക്കാൻ പറ്റുന്ന ആർട്ടിഫിഷ്യൽ നെയിൽസൊക്കെ ഉണ്ടല്ലോ, അതുണ്ട്. ഈ കമ്മലൊക്കെ വെറും 5 രൂപ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ നമുക്ക് കുറേ സാധനം വാങ്ങാം കേട്ടോ. പക്ഷെ ഞങ്ങളിതാ ഇത്രയും സാധനമാണ് വാങ്ങി. ഇതിനി അടുത്ത ഷോപ്പ് പോയിട്ട് ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ നോക്കാനുണ്ടായിരുന്നു, വാങ്ങാനല്ല. എൻ്റെ മനസ്സിൽ ഞാൻ ഓൺലൈനിൽ ഒരുപാട് സെർച്ച് ചെയ്തിട്ട് കണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ഷോപ്പ് കണ്ടു നോക്കി വെച്ച് വന്നിട്ടുണ്ട്. പിന്നീടായിട്ട് പോയി വാങ്ങാമെന്ന് വെച്ചു. പിന്നെ ഇതും അതുപോലെ തന്നെ ഷോപ്പാണ്. അപ്പോൾ കുറച്ച് പർച്ചേസിങ് കഴിഞ്ഞ് ഞങ്ങൾ SM സ്ട്രീറ്റിൽ നിന്ന് ഇറങ്ങി അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു സ്ഥലത്ത് കയറിയിട്ട് ഫുഡ് കഴിക്കാൻ വിചാരിച്ചു. കാരണം ഉച്ചക്ക് കഴിച്ച ചോറാണല്ലോ, വൈകുന്നേരം 5 മണിയൊക്കെ ആവാറായി. അപ്പോൾ അവളിതാ ഈ സാധനം, ഇതിൻ്റെ പേരെന്തെങ്കിലും മറന്നുപോയി, ഫലൂദ, അത് കഴിച്ചു. ഞാൻ ഷവർമയും വാട്ടർമെലൺ ജ്യൂസുമാണ് കഴിച്ചത്. പിന്നെ ഞാൻ സ്ക്വയറിൽ പോയിരുന്നു. എന്നെ കൂട്ടാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് 6 മണിക്ക് എത്തുള്ളൂ. അതുവരെ സ്ക്വയറിൽ ടൈമൊക്കെ പോകാൻ വേണ്ടിയിട്ട് വെറുതെ ഇരിക്കാൻ വിചാരിച്ചു. അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഐസ് കഴിച്ചുകൊണ്ട് പോകുന്ന കുറേ ആൾക്കാരെ കണ്ടു. അപ്പം ഞങ്ങളും ഐസ് വാങ്ങി കഴിച്ചു. പിന്നെ ഒരു വാട്ടർമെലൺ ജ്യൂസ് വീണ്ടും കുടിച്ചു. പിന്നെ വാട്ടർമെലണും കഴിച്ചു. ഇനി അൺബോക്സിങ് ടൈമാണ്. എന്തൊക്കെ വാങ്ങി നോക്കാം. എല്ലാം വീട്ടിലേക്കുള്ള സാധനങ്ങളാണ് ഞാൻ കൂടുതൽ വാങ്ങിയത്. ജഗ്, മഗ്, കപ്പ്, കൊപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം വാങ്ങിയിട്ടുണ്ട്. ഇതിനൊക്കെ 30 രൂപയുള്ളൂ കേട്ടോ. 30 രൂപ, 20 രൂപ, 30 രൂപ. ആ സ്പൂണിന് 20 രൂപ, ഈ ബുക്കിന് 30 രൂപ. കുറേ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ് ഈ ഡ്രസ്സൊക്കെ കൊളുത്തിരുന്ന ഈ സാധനം. ഇത് നമുക്ക് ബാക്കിൽ ആ സ്റ്റിക്കർ പറിച്ചിട്ട് എവിടെയെങ്കിലും ഒട്ടിച്ച് വെക്കാം. എന്നിട്ട് നമുക്ക് അധികം വെയിറ്റൊന്നും പോകില്ല. നമ്മൾ ഷോള്, ടവൽസ്, തോർത്ത് അതുപോലത്തെ സാധനങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് തൂക്കിയിടാനേ ഉള്ളൂ. വെയിറ്റുള്ള സാധനമൊന്നും അത് താങ്ങൂല. പിന്നെ കിച്ചണിൻ്റെ സ്പൂണൊക്കെ തൂക്കിയിടാം. ഇത് അതുപോലെ തന്നെ ഒരു ക്യൂട്ടായിട്ടുള്ള സെറ്റാണ്. ഇത് 30 രൂപക്കാണ് ആ മിററും ചീർപ്പും കൂടി കിട്ടിയത്. ചീർപ്പ് കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ട്. കുറേ സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ടായിരുന്നു ഇതിൻ്റെ മുകളിൽ. പിന്നെ ഇത് ഉപ്പേരിയൊക്കെ ചോരുന്ന സാധനം. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ഒരു സാധനമാണ്. ഇത് ഞാൻ സൺഡേ മാൾ എന്ന് പറഞ്ഞിട്ടുള്ള അവിടുന്ന് വാങ്ങിയതാണ്.
ഇതിനും വേറെ 50 രൂപ മാത്രമേ ഉള്ളൂ. ഇത് കത്തിച്ചിട്ട് നല്ല രസമുണ്ട് കേട്ടോ. റൂമിന് നല്ലൊരു എന്താ വേറൊരു വൈബിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം അത്രയും വെളിച്ചമുണ്ട്. ഈ വെളിച്ചത്ത് കത്തിച്ചിട്ട് തന്നെ ഇതിന് ഇത്ര വെളിച്ചമുണ്ട്. അപ്പോൾ ഞാൻ ലൈറ്റ് ഓഫ് ആക്കി കാണിച്ചു തരാം. കണ്ടോ, അതിന് അതുപോലത്തെ ഒരു ഡിസൈൻ ആയതുകൊണ്ട് അതിൻ്റെ റിഫ്ലക്ഷൻ നമ്മളെ ചുമരിലേക്കും അടിക്കും. അപ്പോൾ അത് വേറെ തന്നെ ഒരു ഭംഗിയാട്ടോ. പിന്നെ ഞാനിത് നമ്മളെ ചൈന മാർക്കറ്റിൽ നിന്ന് വാങ്ങിയ കുറച്ച് സാധനങ്ങളാണ്. ഇതിന് 10 രൂപ. ഇത് 4 ഇങ്ങനത്തെ ക്ലിപ്സുകളുണ്ട്. ഇത് അതുപോലെ തന്നെ ഒരു ഹാർട്ട് ഷേപ്പിൽ, ഇതും 10 രൂപക്ക് 3 കിട്ടി. അതുപോലെ തന്നെ ഫ്ലവറിൻ്റെ ഷേപ്പിലുള്ളത് വാങ്ങിയിട്ടുണ്ട്. അതിനും സെയിം പ്രൈസ് തന്നെയാണ്. പിന്നെ ഞാൻ ഇതുപോലത്തെ ഒരു ക്ലിപ്പും കൂടി വാങ്ങിയിട്ടുണ്ട്. നമ്മൾ എത്നിക് വെയേഴ്സൊക്കെ ഇടുമ്പം അതിൻ്റെ കൂടെ ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ഗ്ലാസ്സാണ് ഞാൻ വാങ്ങിയത്. ഇതിന് 100 രൂപ ആയിട്ടുള്ളൂ. ഈ കളർ സെലക്ട് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ ഏത് ഡ്രസ്സിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാമല്ലോ. അതുകൊണ്ടാണ് ഇങ്ങനൊരു കളർ സെലക്ട് ചെയ്തത്. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. പിന്നെ അവിടുന്ന് വാങ്ങിയ ബുക്കിൽ അവൾ കളർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കളറല്ല, വാട്ടർ മാജിക് ബുക്ക് എന്നെന്തോ ആണ്. ആ പെന്നിൽ നമുക്ക് വെള്ളം ഫില്ല് ചെയ്ത് കൊടുക്കാൻ പറ്റും. എന്നിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ആ ചിത്രം ഇങ്ങനെ പുറത്തേക്ക് തെളിഞ്ഞ് കാണും. അപ്പോൾ ഒരു കുട്ടികളെ പറ്റിക്കുന്ന സാധനം. പക്ഷെ 30 രൂപക്ക് വേർത്താണ്. ഒരു 4-5 പേജ് ഉണ്ട് ഇതുപോലത്തെ. അത് ഇപ്പം തന്നെ അവൾ നാശാക്കിട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.